വന്നേ, കയറിയേ, കയറ്. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? തണുപ്പത്ത് നിൽക്കണ്ട പൊന്നോ, തണുപ്പാണ് പൊന്നോ. വന്ന് ഇങ്ങോട്ട് കയറി വന്നേ, ബാ. ഉറക്കം വന്ന് തൂങ്ങുന്ന പൊന്നിൻ്റെ കണ്ണ്. നിങ്ങൾ കയറി ബാ, ബാ. മമ്മിക്ക് തണുക്കുന്നത് ഈ മമ്മി ഷാളിട്ട് പുതച്ച് വെച്ചേക്കണം. ബാ ഇങ്ങോട്ട്, കൈ കാലൊക്കെ തണുക്കുന്നുണ്ട്. വന്നേ പോച്ചോ, കയറിയേ. വന്ന നിങ്ങൾ വന്ന എന്നാ ഇവിടെ കിടന്നോ, ബാ. ഈ തലേണിയിൽ തല വെച്ച് കിടന്നോ, ബാ. ആ കിടന്നോ, കിടന്നോ, അവിടെ കിടന്നോ. തൊണ്ടയൊക്കെ പോയി മമ്മിയുടെ കാറിൽ നീളൊക്കെ. അവനെ കണ്ണുണ്ടല്ലോ അങ്ങോട്ട് കിറുങ്ങിയിരിക്കണം ഉറക്കം വന്നിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പം ചേച്ചി വന്ന് ചേച്ചിയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉമ്മൊക്കെ കൊടുത്ത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വേറെ പണിയിലായിപ്പോയി കേട്ടോ. നല്ല തണുപ്പുണ്ട്. അതിവിടെ വന്ന് കിടക്കുന്ന കണ്ണ് കിറുങ്ങി ഉറക്കം തൂങ്ങി കണ്ണായിട്ടിരിക്കുന്നവൻ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എൻ്റെ മോൻ്റെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഡെയിലി പറയുന്ന ഡയലോഗ് തന്നെ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഡെയിലി ഓരോരോ കണ്ടൻറ്റുമായിട്ട് ഞാൻ ചെറിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരുന്നതല്ലേ. കണ്ണടച്ചു. രാത്രി ചിക്കനൊക്കെ കൊടുത്തു, ചിക്കൻ വേവിച്ചതൊക്കെ കൊടുത്തു, അതൊക്കെ കഴിച്ചു. വായൊക്കെ തുടച്ചു കൊടുത്തു, കാലൊക്കെ തുടച്ചു കൊടുത്തു. എൻ്റെ അച്ഛൻ മൂത്രം ഒഴിക്കാനൊക്കെ കൊണ്ടുപോയി കാലൊക്കെ തുടച്ചു കൊടുത്തിട്ട് ബെഡിൽ കയറാൻ പറഞ്ഞു. ഞാൻ തണുപ്പല്ലേ ബെഡിൽ കയറിക്കോന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവന് വേറൊരു നല്ലൊരു സ്വഭാവമുണ്ട്. ഞാനിങ്ങനെ കിടന്ന് മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഇവൻ താഴെ വന്നിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ തലയും താടിയും ഒക്കെ കൂടെ വച്ചിട്ട് ആ മൊബൈൽ നോക്കിയിരിക്കും കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ വേറെ പ്രോഗ്രാം കാണുന്നതല്ലേ, ഓരോരുത്തരുടെ പ്രോഗ്രാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കത് മാറ്റി ഒന്ന് വീഡിയോ എടുക്കണം തോന്നുമ്പോൾ അവനത് മാറ്റിക്കളയും കേട്ടോ. ഇപ്പോൾ 2-3 പ്രാവശ്യമായി അങ്ങനെ. പിന്നെ ഇരുട്ടത്താണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അവൻ ആ കണ്ടൻറ്റ് കളയും പെട്ടെന്ന്. പിന്നെ അങ്ങനെ ഇരിക്കില്ല, അവനെ ഒരു തോന്നണം. അപ്പോഴാണ് ഈ താടിയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ ഷോൾഡറിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മൊബൈൽ പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ദിവസം ഞാൻ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു മോക്ക വരട്ടെ, അത് എടുക്കാൻ പറ്റുന്ന ആ ഒരു മോക്ക വരുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇന്നും ഞാനത് എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവനത് മാറ്റിക്കളഞ്ഞു. അവൻ്റെ താടിയും അവൻ്റെ മോഹമൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു. പിന്നെ അതുപോലെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവനത് തോന്നണം. ഞാനിങ്ങനെ കിടന്നും കൊണ്ട് മൊബൈൽ കാണുമ്പോൾ അവൻ വന്ന് അതുപോലെ തോന്നണം അവന്. അതുപോലെ തലയും താടിയും മോഹമൊക്കെ വെച്ചിട്ട് അവൻ നോക്കുന്നത് മൊബൈലിൽ. നമ്മൾ പറഞ്ഞാൽ ചെയ്യില്ലല്ലോ കേട്ടോ. കറക്റ്റ് 9 മണിയാകുമ്പോൾ കിടന്നോളും. പിന്നെ ചേട്ടൻ വരുമ്പോൾ ഒന്ന് എണീക്കും. ഇപ്പം തണുപ്പായതുകൊണ്ട് കുറച്ചൊക്കെ അവൻ കിടന്നോളും അങ്ങോട്ട്. നിൽക്കണം കേട്ടോ അവൻ. കൊച്ചിന് ക്രീം ഇട്ട് കൊടുക്കണേ ചേട്ടാ. ആ എനിക്ക് തുടച്ചതാ അച്ഛാ. എൻ്റെ ഈ മുഖം ഒന്ന് ശരിയാക്കിത്താ അച്ഛാ. ഇത് ഷേവ് ചെയ്യുന്നില്ല, ഷേവ് ചെയ്യുമ്പോഴാണ് കയറി നിൽക്കുന്നത്. അതെ തുടക്കട്ടെ പൊന്നാ, തുടക്കട്ടെടാ, തുടക്കട്ടെ മോക്ക തുടക്കട്ടെ. ആ മോക്ക തുടക്കട്ടെ. എവിടെ കണ്ണവിടെ. ഓഹ് കണ്ണൊക്കെ ഈ വായുടെ അവിടെയൊക്കെ നോക്കട്ടെ. എല്ലാം സുന്ദരനാവട്ടെ, എല്ലാം സ്മെല്ല് വരട്ടെ. സന്തോഷമായി മോക്ക് കഴിയപ്പോൾ സന്തോഷമായി. പിടിച്ചോടാ കള്ള. അയ്യോ കൊണ്ടുവാ പോള്. ആ കൊണ്ടുവാ പൊന്നെവിടെ. എവിടെ പോയാ?
അച്ചി തട്ടി 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 ഇന്ന ബോൾ കളി രാവിലെ ബോൾ കളി ഒഴിഞ്ഞു മാറണാടാ കള്ള അടിച്ചു വന്നപ്പോൾ എന്നാ ഇന്ന് വലിയ ഉത്സാഹമില്ല ബോൾ കളിക്കാൻ. ബോൾ കളിക്കണ്ട, അവന് ചെറിയ ബോൾ കളിച്ചാൽ മതി കേട്ടോ. ആ വലിയ ബോൾ കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇന്ന്. എന്താന്നാവും. ഒക്കെ ഉദിച്ചു കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ വന്നതാണ് മുകളിൽ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്ന ഒരു പുതിയ തുളസി വരുന്നുണ്ട്. ഇത് കൃഷ്ണ തുളസിയല്ല, രാമത്തുളസിയല്ല, ഇതെന്തുവാണെന്ന് പറഞ്ഞു. ആയി അവന് ചെറിയ ബോൾ കളിച്ചത്, അവന് വലിയ ബോൾ ഇന്ന് വേണ്ട. കണ്ടോ കണ്ടോ, ചെറിയ ബോളിനോടാണ് ഇൻട്രസ്റ്റ് ഇന്ന്. കണ്ടോ കണ്ടോ, ചെറിയ ബോൾ കളിക്കണം അവന്. മോളിൽ പോയിട്ട് വലിയ ബോൾ ഇന്ന് കളിക്കണ്ട അവന്. കണ്ടോ, ചെറിയ ബോൾ കളിച്ചാൽ മതി കൊച്ചിന്. കുഞ്ഞുങ്ങളുടെ മൈൻഡ് കളിക്കുന്ന കണ്ടില്ലേ, ചില കളിപ്പാട്ടങ്ങളോട് ഇഷ്ടം, ചില എന്ത് പറഞ്ഞ പോലെ അവന് വലിയ ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ ബോളിനോട് വലിയ ഇതില്ല, ചെറിയ ബോൾ വേണം. വച്ചു പിടിച്ചോ, ക്യാച്ച് ചെയ്ത് കണ്ടോ, കളിക്കണ കളിയാണ് കൊച്ച്. വലിച്ചെടുത്തോണ്ട് പോകുന്നു. ചെറിയ ബോൾ കളിച്ചാൽ മതി അവന്, വലിയ ബോൾ വേണ്ട മമ്മി, ചെറിയ ബോൾ മതി. കണ്ടോ ചാടുന്നു. കണ്ടോ പോയാ തന്നെ ഇരുന്ന് കളിച്ചോളും കേട്ടോ, പാവം. എടുത്തോണ്ട് വാ, കട്ടിലിൻ്റെ അടിയിൽ പോയാ. ഇതൊക്കെ എന്താ പൊന്ന്, ഏതൊക്കെ കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ മോൻ്റെ ബോൾ കളിയൊക്കെ കണ്ടല്ലോ, ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് അവന് വലിയ ബോളിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ചെറിയ ബോൾ വേണം കേട്ടോ ഫ്രണ്ട്സ്. എടുത്തോട്ടോ ചാടിപ്പിടിക്കലും പോയാ പിന്നെ. ഫ്രണ്ട്സ്, എൻ്റെ മോന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നു കേട്ടോ. വന്ന് അവന് തുടച്ചൊക്കെ എടുത്തിട്ട് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് ഡ്രസ്സ് മാറ്റുന്ന കേട്ടോ. നല്ലതായിട്ട് ഡ്രസ്സ് മാറുന്നു. ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചേട്ടോ. ഏറ്റവും ശരീരത്തിനൊരു ശരിയാവുന്നില്ല, പനിയൊന്നുമില്ല. പക്ഷേ എന്നാലും ഇവനെ സ്നേഹിക്കുന്നവർ കുറേ പേരില്ലേ, അവർ നോക്കിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ബാ 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 പൊന്നാ, വച്ചു പൊന്നാ, ബാ നമ്മുടെ പൊന്നല്ലേ. ഉട്ടോ ഇതിടട്ടെ, ടാറ്റ പോവാം നമുക്ക്. ഉട്ടോ ഇവന് ഫുഡൊക്കെ കൊടുത്ത് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ കൈയൊക്കെ തരുന്ന കണ്ടോ. അപ്പുറത്ത് നിൽക്ക കൈയൊക്കെ തരുന്ന കണ്ടോ. ബാ ഇവിടെ വാ വന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, അവന് പൗഡറൊക്കെ ഇട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തീരെ ശരീരത്തിന് ആകെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാട്ടോ, എന്നാലും ഇവനെ നോക്കിയിരിക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് ഡെയിലി. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. പെട്ടെന്നൊരു വീഡിയോ ചെറുതായിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. അപ്പോൾ മോൻ്റെ ഇന്നത്തെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നന്ദി എന്ന് പറയാൻ പറ്റുന്നില്ല, ഒത്തിരി നന്ദിയുണ്ട്. പേരെടുത്ത് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് പേരുടെ പേര് എഴുതി വെക്കണം. പിന്നെ എഴുതി വച്ചിട്ട് ഞാൻ ഒരു ദിവസം പറയാം കേട്ടോ. എല്ലാവരുടെ പേരും ഞാൻ പറയാം. ആരൊക്കെ ഡെയിലി എന്നെ കമൻറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്, ഒരുപാട് ഫാൻസുകൾ. ഞാൻ പറയാം, ഒത്തിരി പേരുണ്ട്. ഒരാളുടെ പേര് പറയുമ്പോൾ അതൊരു വിഷമാവുമല്ലോ, അപ്പോൾ അത് വേണ്ട. ഞാൻ എല്ലാവരുടെ പേരും ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പറയാം. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസത്തിന് മുമ്പുള്ള ഒരു വീഡിയോ, അത് സുധാ നായർ മാഡം എന്ന് പറയുന്ന ടീച്ചറാണ്, അധ്യാപികയാണ് മാഡം. മാഡത്തിൻ്റെ ഈ ട്യൂൺസ് ഓഫ് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാനലുണ്ട്, വ്ളോഗറാണ്. അപ്പോൾ മാം ആ വ്ളോഗിൽ വന്നിട്ട് എന്നെക്കുറിച്ച്, പെറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ചും എൻ്റെ വീഡിയോസിനെക്കുറിച്ചും എൻ്റെ ചാനലിനെക്കുറിച്ചും പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ആ വ്ളോഗിൽ വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെക്കുറിച്ച് ഇങ്ങനെ മാഡം കരുതിയിട്ടുണ്ടെന്നറിയാം, പക്ഷേ പറയൂ എന്നറിഞ്ഞില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആ വ്ളോഗിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇത്രയധികം എൻ്റെ മോനെ നോക്കുന്നതിൽ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് മനസ്സിലായി. ടീച്ചറിന് മനസ്സിലായി എന്ന് മനസ്സിലായതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പേരെടുത്ത് ഞാൻ പറയാം ഒരു ദിവസം. അപ്പോൾ മാഡത്തിൻ്റെ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മാഡത്തിന് സ്പെഷ്യലായിട്ട് അതിലെഴുതി ഒരു താങ്ക്സ്. പക്ഷേ എന്നിരുന്നാലും ഞാനിത് എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഇത് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ വ്ളോഗിൽ വന്നിട്ട് എൻ്റെ വീഡിയോസിനെക്കുറിച്ചും എൻ്റെ മോനെക്കുറിച്ചും എന്നെക്കുറിച്ചും പറഞ്ഞതിൽ ഒത്തിരി അഭിമാനമുണ്ട് മാഡം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. മാഡത്തിന് ഒരുപാട് താങ്ക് യു. പറഞ്ഞതിൽ നിന്നല്ല, എന്നെ അങ്ങനെ അത്രയധികം ആ വ്ളോഗിൽ വന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ, അതിലെനിക്ക് ഒരുപാട് ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ മാഡത്തിൻ്റെ ചാനലൊന്ന് കയറി കാണുക. നല്ല ചാനലാണ്, നമുക്ക് ഒത്തിരി വിവരങ്ങളും അറിവുകളും തരുന്ന ചാനലാണ് ഈ ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മാഡത്തിൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് എന്നെ സഹായിക്കുന്നുണ്ട്, ഒത്തിരി വ്ളോഗേഴ്സും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ മാഡം അത് വന്ന് തുറന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ചിത്ര മാം ഉണ്ട്, ചിത്ര മാമിൻ്റെ പെറ്റിനെ ഇങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് വളരെ സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ട് ഒരുപാട് താങ്ക് യു ഉണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ എന്നെ ഒത്തിരി പേര്, ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ വിഷമമായിരിക്കും, അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരും ഒന്ന് എഴുതിയെടുത്തിട്ട് ഞാൻ പറയും, എല്ലാവരുടെ പേരും ഞാൻ വായിക്കും കേട്ടോ. അപ്പോൾ ഇന്നെനിക്ക് ഒട്ടും ശരീരം വയ്യ, ഞാൻ ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച കേട്ടോ. പക്ഷേ ഞാൻ ഇവനെ നോക്കി നിൽക്കുന്ന കുറേ ഡെയിലിയുള്ള നമ്മുടെ ഫാൻസുകളുണ്ട്, ചങ്ക് ഫ്രണ്ട്സുകൾ, അവർക്ക് വേണ്ടി ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആകെ ഒരു ക്ഷീണവും പിന്നെ ആ പനി വന്നിട്ട് ആ കാലിൻ്റെ വേദന വന്നില്ല, അപ്പോൾ അത് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയം കുറയും, ചില സമയം ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ 3-4 ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴും അവർ പറഞ്ഞത് എങ്ങനെയും 3 മാസം കഴിഞ്ഞാൽ അതൊരു പുതിയ വൈറസാണ്, അതിവിടെ വന്ന് പനി വന്നവർക്കൊക്കെ ഇതുപോലെ കാലിൽ, എനിക്ക് കാലിൽ നീരൊന്നുമില്ല കേട്ടോ, പക്ഷെ അല്ലാത്തവർക്ക് കാലിൽ നീര്, കൈവേദന അവർക്കും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഈ ഇലാക്കയിൽ തന്നെ ഒത്തിരി പേര് വൈറൽ ഫീവർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ അടുത്തൂടെ ആർക്കെങ്കിലും പനി പോയാൽ മതി അതെനിക്ക് പിടിക്കും, അതങ്ങനെയാണ്.
എന്നാൽ ആ കാലുവേദനയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി 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 ചങ്ക് ഫ്രണ്ട്സ്, എനിക്ക് 2-3 പേരുടെ രണ്ടൊന്നല്ല ഒത്തിരി പേരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിരുന്നാലും ഞാൻ എല്ലാവരുടെ പേര് ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ട് ഞാനത് വന്ന് പറയും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും നന്ദിയുണ്ട്. അപ്പം മോന് ഇതേ ഫുഡൊക്കെ കൊടുത്തു, എല്ലാം തുടച്ചൊക്കെ എടുത്തു, അവൻ്റെ പല്ലൊക്കെ ഒന്ന് തേപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന കേട്ടോ. പുള്ളി ഇങ്ങനെ തണുപ്പായുണ്ട്, ഇത്തിരി പണികളുമുണ്ട്. പിന്നെ നമുക്ക് തണുപ്പായാലും മഴയായിരുന്നാലും വെയിലായിരുന്നാലും നമുക്ക് അവധിയില്ലല്ലോ. കാരണം എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് നേരം കിടക്കാം. പക്ഷെ നമ്മൾ സമയത്തിന് എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. ചൂടായി വിയർത്തൊഴുകിയിരുന്നാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തണം അല്ലേ. അതല്ലേ ഒരു വീട്ടമ്മയുടെയൊക്കെ, എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയാണല്ലോ. മഴയോ ചൂടോ തണുപ്പൊന്നും നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ 3/4 ഭാഗവും കിച്ചണിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സമയം 3/4 സമയവും നമ്മൾ കിച്ചണിൽ തന്നെയായിരിക്കും, തുടക്കലും പിടിക്കലും ഭക്ഷണം വയ്ക്കലും ഒക്കെ. അപ്പോൾ തണുപ്പ്, അയ്യോ പൈപ്പിൽ കൂടെ ഐസ് വരുന്നു അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. നല്ല ചൂടാണ്, വിയർപ്പാണ് എന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നല്ല മഴയാണ്, കൊതുകാണ് എന്നും പറഞ്ഞൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും കിച്ചൻ്റെ പണികളും നമുക്ക് അവധി എടുക്കാൻ പറ്റൂലല്ലോ. ചെയ്യണം അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര വീട്ടമ്മമാർക്ക് അത് ശരിയാണെന്ന് തോന്നിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരിയല്ലേ? എല്ലാവർക്കും ഒരു ഇച്ചിരി നേരം കൂടെ കിടക്കാമെന്ന് തോന്നും. പക്ഷേ നമുക്ക് 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല. ഇവൻ്റെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, കാര്യങ്ങൾ, പൂജ, അത് ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്ക് അങ്ങനെയൊന്നും അവധി എടുത്തിരിക്കാനോ വയ്യെങ്കിലും ഒന്നും ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൂടാണ് തണുപ്പാണെന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും. അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളിലൊക്കെ നോക്കണ്ടേ. അല്ലെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ, ഗസ്റ്റൊക്കെ വന്നാലും നമ്മൾ നോക്കണം. അപ്പം നമുക്ക് അങ്ങനെയുള്ള അവധിയോ റെസ്റ്റോ അങ്ങനെയൊന്നും തണുപ്പ് സമയത്തോ ചൂട് സമയത്തോ മഴ സമയത്തോ കിട്ടണമെന്നില്ല. ശരിയല്ലേ? ഒത്തിരി വീട്ടമ്മമാർക്ക്, ഒത്തിരി കിച്ചണിൽ പണിയുന്നുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ 3/4 ഭാഗവും, എന്നെ സംബന്ധിച്ച് നോക്കി ഞാൻ 3/4 ഭാഗം അടുക്കളയില്ല, തൂക്കലും തുടക്കലും കഴുകലും പിടിക്കലും ഒക്കെ കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങൾ, അത് തന്നെ ഒരു വലിയ പണിയാണ്. മാഡം പറഞ്ഞത് സുധാ മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. ഞാൻ സത്യസന്ധതയിൽ കൂടെ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അവനെ ഞാൻ ഒരുക്കുകയോ, വീഡിയോയ്ക്ക് വേണ്ടി അവനെ പല്ലേൽപ്പിക്കുകയോ, വീഡിയോയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോ കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോൾ അവരാ കിടക്കുന്ന സ്റ്റൈലും അവരുടെ ആ നോക്കുന്ന സ്റ്റൈലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് അവരെ ചെറുപ്പം മുതലേ നമ്മളിത് ശീലിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് അവൻ പില്ലോയിലേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ ചെറുപ്പത്തിലുള്ള അവൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും അവൻ അങ്ങനെ ബെഡിലും പില്ലോയിലേക്ക് കിടക്കുകയുള്ളൂ. പിന്നെ അവന് വാരി കൊടുക്കണം. അവനൊരു അസുഖം വന്നപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ വാരി കൊടുത്ത് ശീലിച്ചുകൊണ്ട് അങ്ങനെ വാരി കൊടുത്ത് ശീലിക്കണം. പക്ഷെ അതാരും ശീലിക്കരുത് കേട്ടോ. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും പോകാൻ പറ്റില്ല. വാരി തന്നെ കൊടുക്കണം. നമ്മളില്ലെങ്കിൽ ഇവർ കഴിക്കത്തില്ല. അങ്ങനെയുണ്ട്. പിന്നെ അവൻ്റെ മെഡിസിൻസ്, അവൻ്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ടൈമായിട്ട് ഇത്രയും കൊല്ലം നമ്മൾ ഭക്ഷണത്തിന് മുമ്പുള്ളതും ഭക്ഷണത്തിന് ശേഷം, പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡിലൊക്കെ കിടക്കുന്നു, നമ്മുടെ കൂടെ കിടക്കുന്നു, നമ്മളുടെ മോൻ തന്നെയാണ് അവൻ. അതുകൊണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ വേണ്ടതാണ്. എത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നോക്കിയിരുന്നാലും കുറച്ച് മുടിയൊക്കെ വരും. അത് നമ്മൾ അടിച്ചടിച്ച് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അടിക്കേണ്ട 3-4 പ്രാവശ്യം അടിക്കേണ്ടിയിരിക്കും കേട്ടോ. വൃത്തിയൊന്നും ആക്കി കഴിഞ്ഞാൽ ബെഡൊന്നും വൃത്തിയാണോന്നില്ല. പക്ഷേ അവൻ അപ്പിയിട്ട് വരുമ്പോൾ ഞാൻ തുടച്ചു കൊടുക്കും, മൂത്രമൊഴിച്ച് വരുമ്പോൾ തുടക്കും, കാലും കൈയും പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കും. അങ്ങനെയൊക്കെ. കാരണം ബെഡിൽ കയറി പലരും ചിലവർ പറയുന്ന ഒരു നായയല്ലേ, ചില മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. എത്രയായാലും നായയല്ലേ അതിന് ബെഡിൽ കയറ്റി കിടക്കാമോ എന്ന്. ഞങ്ങൾ ബെഡിൽ കയറ്റണമെങ്കിൽ അവൻ അപ്പിയിടുമ്പം കുണ്ടി തുടക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുമ്പം അവിടെ തുടക്കുന്നുണ്ട്, കൈയും കാലും അവൻ പുറത്തേക്ക് വരുമ്പോൾ തുടക്കുന്നുണ്ട്. എന്നിട്ടൊക്കെയാണ് ബെഡിൽ കയറ്റുന്നത്. അവനത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് വരുമ്പം തന്നെ അവൻ കൈയും കാലും പൊക്കി തരുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അവനറിയാം ഞാൻ തുടച്ചിട്ടേ പിന്നെ കയറ്റത്തുള്ളൂ. അത് അപ്പിയിട്ടിരുന്നാലും അവൻ നിന്ന് ബാക്ക് തിരിഞ്ഞു തരും. കാരണം അവനെ ഞാൻ ചെറുപ്പം മുതലേ ശീലിപ്പിച്ച അങ്ങനെയാണ്. അപ്പിയിട്ടിട്ട്
നമ്മളവിടെ ടിഷ്യൂ പേപ്പർ ഇട്ട് നനഞ്ഞ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടയ്ക്കും, 2-3 ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കും. അപ്പോൾ അവൻ ബാക്ക് തിരിഞ്ഞു വരും. കാരണം ഇവനെ ചെറുപ്പത്തിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, അപ്പിടുമ്പോൾ നമ്മളത് തുടപ്പിച്ച് കൊടുക്കണം. ഇല്ലേ അവരെ വാലയിലും നമ്മൾ ബെഡിലൊക്കെ കയറ്റുമ്പോഴും ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പോൾ ഷീറ്റ് മാറേണ്ടിയിരിക്കും, അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ്ടിലും കൊല്ലത്തിൽ ഒരു വീഡിയോ എനിക്ക് ഒരു മെസ്സേജ് വരാറുണ്ട്, നായയല്ലേ എത്രയായാലും ഇങ്ങനെ കിടത്തണമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളവരെ വൃത്തിയും ഇപ്പോൾ ഇവൻ്റെ വായിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ കൊടുത്താലും ഞാൻ ആ പേസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത്രയധികം വായിലൊന്നും സ്മെല്ലില്ല. പിന്നെ അവൻ്റെ മെഡിസിൻ്റെ സ്മെല്ലൊക്കെയാണ് വരുന്നത്, അവൻ്റെ ശ്വാസത്തിന് സ്മെല്ലില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവന് ഒരു പേസ്റ്റ് ഉണ്ട് ഇറച്ചി കഴിച്ചതിന് ശേഷം കൊടുക്കാൻ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ ആ സ്മെല്ല് വരത്തില്ല. പിന്നെ അവൻ്റെ വാലയിലോ കയ്യിലോ കാലിലോ ഒന്നും അങ്ങനെ അഴുക്കില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ പണിയെ കാട്ടി കൂടുതലാണ് ഇവൻ്റെ പണിയെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ അപ്പിയിട്ട് വരുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് അവൻ തിരിഞ്ഞ് നിന്ന് തരും, കാരണം തുടച്ചു കൊടുക്കാൻ അവനറിയാം. ഞാനത് ചെറുപ്പം മുതലേ ശീലിച്ചു കൊടുത്താൽ. അപ്പോൾ ഈ തുടക്കുമ്പോൾ നമ്മൾ വാല് പൊക്കിയിട്ടാണല്ലോ തുടക്കുന്നത്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കൈയും കാലൊക്കെ തുടക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളൊരാളെ എടുത്ത് തന്നാൽ നമുക്ക് ആ വാലൊക്കെ പൊക്കി തുടക്കുന്നത് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു കയ്യിൽ വാല് പിടിക്കണം, തുടക്കണം, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അതും കാണിച്ചു തന്നാണ് കേട്ടോ. നമ്മൾ സത്യസന്ധമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ നമ്മൾ കെട്ടിയിടുകയോ അങ്ങനെയൊന്നുമില്ല. അവനെ കെട്ടിയിടുകയോ, അവനെ നമ്മുടെ മകനായിട്ട് തന്നെ, എൻ്റെ 2 മക്കളിലും 3ാമത്തെ മകനായിട്ട് തന്നെ അവനെ നോക്കി, ഞങ്ങളുടെ മെമ്പർ പോലെ. അത് മാഡം പറഞ്ഞ് വളരെ കറക്റ്റാണ്. മാഡം അത് കണ്ടുപിടിച്ചു. എൻ്റെ വീഡിയോസൊക്കെ മാഡം തുടരെ കാണുന്ന ആളാണ്. അപ്പോൾ മാഡം അത് കണ്ടുപിടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ തുടരെ കാണുന്നുള്ളവർക്ക് അത് മനസ്സിലാവും. ഒരു പെറ്റിനെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പില്ലോയിൽ കിടക്കാനോ ഇത് കിടക്കാനോ ഒന്നും അവർക്ക് പറ്റത്തില്ല. അവർ നമ്മൾ ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കുള്ളൂ. ഇവനിങ്ങനെ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ വരുമ്പം തന്നെ അവൻ കൈയും കാലും പൊക്കിത്തരും, ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കാൻ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞാനിവിടെ നോക്കുന്നത്. എന്നിരുന്നാലും കുറച്ചൊക്കെ ഇല്ലാതെയില്ല, കുറച്ചൊക്കെ മുടിയുണ്ട്, അത് അപ്പം അടിച്ചു വാരി കളയും. ചില സമയം അവർക്ക് വർഷത്തിൽ 2 പ്രാവശ്യം മുടി കൊഴിയാറുണ്ട്. അങ്ങനെ മുടി കൊഴിയുന്ന സമയം ഞാൻ മുടി കൊഴിയേണ്ട മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇവിടെ മേടിച്ച് വെക്കുന്നുണ്ട്. ഒരു ഗ്രേവി പോലത്തുള്ള ഒരു മരുന്നാണ്, 2000 രൂപ 1800 രൂപയും കണ്ടോ, അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് കൊടുക്കും. കുറച്ച് നാൾ എത്ര മാസം കൊടുക്കണം, അത് കൊടുത്തിട്ട് ഡോക്ടർ നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവനെപ്പോഴും തൂക്കൽ, അതുകൊണ്ട് ഇവൻ്റെ വീഡിയോ കാണുന്നുള്ളവർക്ക് മനസ്സിലാവും. അവനെ ഞാൻ അങ്ങനെ വൃത്തിയായിട്ട് നോക്കിയിട്ടാണ് അവൻ്റെ അച്ഛൻ മുഖം കഴിയുമ്പോഴും ഒക്കെ അവൻ വന്നിരിക്കുന്നത്. അവന് പെട്ടെന്ന് അപ്പം എന്താണെന്ന് ഞാനിങ്ങനെ പറയും, കണ്ണിൻ്റെ ഒന്നും പീള വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവനത് മനസ്സിലായി. ചെറുപ്പം മുതലേ അങ്ങനെ കാണിച്ചുകൊണ്ട് അവൻ എപ്പോഴെപ്പോഴും ആ കണ്ണ് കഴുകാനും ക്രീം ഇടാനും പിന്നെ മുഖം കഴുകാനൊക്കെ അച്ഛൻ്റെ കൂടെ വാഷ് ബേസിലൊക്കെ കയറിയിരിക്കുന്നത്. ഞാനും അങ്ങനെ വാഷ് ബേസിൽ കയറ്റി കഴുകാറുണ്ട് കേട്ടോ. അവനങ്ങനെ നിന്ന് തരും. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് അവനെ പിടിച്ചിട്ട് കഴുകുന്നുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല, അതാണ് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, അപ്പോൾ എനിക്ക് പറ്റും വീഡിയോ എടുക്കാൻ. അപ്പോൾ അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. എപ്പോഴും നമ്മൾ തുടക്കലും തൂക്കലും എപ്പോഴും തുടക്കലും ഒക്കെയും പിന്നെ എന്ന് പറഞ്ഞാൽ സൺഡേ അവനെ ലുക്ക് വാം വാട്ടറിലാണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത്. അല്ലാത്ത സമയം ഞാൻ ലുക്ക് വാം വാട്ടർ എടുത്തിട്ട് അവനെ തുടച്ചെടുക്കുകയാണ് ചെയ്യണം. അങ്ങനെയൊക്കെ കേട്ടോ. മാഡം പറഞ്ഞതിൽ വളരെ കറക്റ്റാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫാൻസും തന്നെ സത്യസന്ധമായി എന്നെ ഞാൻ എടുക്കുന്നതാണ്, അല്ലാതെ നമ്മൾ വീഡിയോക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതല്ല കേട്ടോ. അത് മാഡത്തിന് മനസ്സിലായി, അതുപോലെ എല്ലാ ഫാൻസിനും മനസ്സിലാവും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ നമ്മൾ കെട്ടിയിട്ടിട്ട് വീഡിയോക്ക് വേണ്ടി അവനെ തുറന്നു വിട്ട് ആ വീഡിയോ കാണിച്ചിട്ട് പിന്നെ കെട്ടിയിടുക, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവന് നമ്മളെ പോലെ പ്ലേറ്റിൽ, ആ പ്ലേറ്റ് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്, ആ പ്ലേറ്റിലാണ് അവന് ഫുഡ് കൊടുക്കുന്നത്. അവനൊരു വലിയ പ്ലേറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ വാരിയാണ് കൊടുക്കുന്നത്. അവന് നമ്മൾ കഴിക്കുന്ന ഫുഡോ പിന്നെ നമ്മളങ്ങനെ കഴിച്ചതിൻ്റെ ബാക്കിയോ
അങ്ങനെയൊന്നും നെയ്യിട്ടതോ എണ്ണയിട്ടതോ ഒന്നും തന്നെ കൊടുക്കാറില്ല കേട്ടോ. ചെറുപ്പം മുതലേ ഞാൻ അവനെ ശീലിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വന്നിരിക്കരുത് എന്ന്. അത് ഇന്നും അവൻ പുലർത്തുന്നുണ്ട്. ഏത് ഗസ്റ്റ് വരട്ടെ, നമ്മൾ കഴിക്കട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, അവന് മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വയറ് നിറഞ്ഞാൽ അവൻ ഒരിക്കലും നമ്മളടുത്ത് വന്നിരിക്കില്ല, നമ്മളെ കൂടെ വന്ന് കിടക്കും അങ്ങനെ. അല്ലാതെ അവന് ഫുഡ് കൊടുത്തിരുന്നാലും അവൻ കഴിക്കില്ല. കാരണം എന്തെന്നാണ്, അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോൾ. നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുന്ന പോലെയാണ് ഇവരെ ശീലിപ്പിക്കാൻ കേട്ടോ. ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അന്നേരം വന്നിരുന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവനങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇവിടെ വന്ന് ബാക്കി കഴിക്കാൻ വന്നിരിക്കുകയോ അതിൻ്റെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ഗസ്റ്റ് വരുമ്പം വന്നിരിക്കുക അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ടൈമിനുള്ള ഫുഡ് കൊടുത്ത് അവൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പാവം പിന്നെ അവൻ വരേയില്ല കേട്ടോ. അങ്ങനെയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ വരും, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ടേബിളിൻ്റെ അവിടെ വന്ന് കിടക്കും എന്നുകൊണ്ടാൽ നമ്മളെ കാണണം അവന്. പക്ഷേ അങ്ങനെ ഫുഡ് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിലും എല്ലാ ചങ്ക് ഫ്രണ്ട്സും എൻ്റെ വീഡിയോ സത്യസന്ധമായി ഞാൻ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തീരെ ഭയങ്കര ടയേർഡും കാല് വേദനയും ഒരു കൈവേദനയും. ഞാൻ പറഞ്ഞില്ല, ആ വൈറൽ ഫീവറിൽ വന്നതിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് ചില സമയം കുറയും, ചില സമയം ഭയങ്കര വേദന ഇരിക്കും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ. അതിനി ഒന്നും കൂടെ കോട്ടക്കലിൽ പോയി ഒന്നും കൂടെ ഡോക്ടറിനോട് പറയണം. അപ്പോൾ ഇവിടുത്തെ 3 ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അവർ പറഞ്ഞത് 3 മാസം നിൽക്കി, ഇത് അങ്ങനത്തെ വൈറലാണ് ഇവിടെ വന്ന എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മുടെ ഫാൻസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മോനിങ്ങനെ ഫുഡൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി നേരം കിടക്കും കേട്ടോ. അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ.